കാശിക്കുട്ടനെ കുട്ടിക്കൃഷ്ണനാകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും പാടുപെടേണ്ടി വന്നില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ അവന് യൂസ് ചെയ്യാമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അനങ്ങാണ്ടിരുന്നു കേട്ടോ. ഐലിനറൊക്കെ എഴുതി കൊടുക്കുമ്പോൾ കണ്ണടച്ച് പാവത്താനെ പോലെ ഇരുന്നു തന്നു. ഞാൻ പറഞ്ഞു കണ്ണ് തുറന്നാൽ മുകളിലാവും കൊക്കാച്ചിനെ പോലെ ആവും. അതുകൊണ്ട് എനിക്ക് അനങ്ങാണ്ടിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവൻ്റെ മുഖത്തിടണമെന്ന് പറഞ്ഞ് ചെറിയൊരു വാശി പിടിച്ചു. പിന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കാശിക്കുട്ടനെ കുട്ടിക്കൃഷ്ണനാക്കാൻ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാനിരുന്ന് കാശിക്കുട്ടിന് വേണ്ടിയിട്ട് മാലയും 2-3 വളയൊക്കെ ഉണ്ടാക്കി എടുത്തായിരുന്നു കേട്ടോ മുത്തിൻ്റെ. അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. കാലം ഈ കൊലുസ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു രാവിലെ മുതൽ. കുറച്ച് നേരം രാവിലെ ഇട്ടുകൊണ്ട് കിടന്നു കേട്ടോ. പിന്നെ ഈ മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാശിയായിരുന്നു. ഈ മാല ഇടണ്ട, വേറെ മാല ഇട്ടാൽ മതി ഒച്ചപ്പാടായിരുന്നു. പിന്നെ ഞാൻ ആ മുല്ലപ്പൂ മാല ഇട്ട് കൊടുത്തു. പിന്നെ അമ്മയുടെ ഒരു സാരിയുടെ ഒരു കഷ്ണം നമ്മുടെ അടുത്ത് വെട്ടി മുറിച്ച് തിരിപ്പുണ്ടായി. അത് വെച്ച് തലയിലും താഴെയൊക്കെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ